ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജാനി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി നിർത്തിയതിൽ പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിനും 1000 നന്ദി. ഞാനൊരു നേഴ്സാണ്. ഒരുപാട് ജോലിക്കായിട്ട് ട്രൈ ചെയ്തിരുന്നു. ഒരുപാട് ഏജൻസിയിൽ പോയി വേക്കൻസി അന്വേഷിച്ചിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞത് വേക്കൻസി ഇല്ല എന്നാണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു, അയർലൻഡിൽ ഒരു വേക്കൻസി ഉണ്ട്, ട്രൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ പറയുകയായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഞാൻ 4.5 ലക്ഷം രൂപ മുടക്കുകയും ഒരുപാട് ദിവസം ഒരു 1 ഇയറോളം ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് അതൊരു ഫേക്കായിരുന്നു. ഞാൻ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ ഇത് തോൽവി സമ്മതിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. പിന്നീട് ഞാൻ പിന്നെയും വേറെ ഏജൻസികൾ തപ്പി നടന്നു. പക്ഷേ ഒരു ചാൻസും ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം, മാതാവിൻ്റെ അനുഗ്രഹം വളരെ വലുതായിരിക്കും നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ വന്നു. 8/7/2025 ഉടമ്പടി എടുക്കുകയും അതിനുശേഷം ഒരു 2 ദിവസത്തിന് ശേഷം ഞാൻ ചുമ്മാ മൊബൈലിൽ നോക്കിയിരിക്കെ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു ഏജൻസിയുടെ വേക്കൻസി കാണുകയും അവരെ ഞാൻ വിളിച്ചന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പുരട്ടുകയൊക്കെ ചെയ്തു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നീട് എന്നെ വിളിക്കുകയും എനിക്ക് ഇൻ്റർവ്യൂ തരികയും ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തിരുന്നു. പിന്നീട് കുറേ പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സുഹൃത്ത് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഈ ഏജൻസി വഴി. അവൾക്കില്ലാത്ത കുറേ പ്രോസസ്സിങ് ആയിരുന്നു എൻ്റെ പേപ്പർ വർക്കിൽ. പക്ഷെ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഇതെന്താ എല്ലാം കൊണ്ടും വലിയ വ്യത്യാസം, കുറേ കോഴ്സ് ചെയ്യണം, ഇംഗ്ലീഷ് കോഴ്സ്, അങ്ങനെ പലതും. സാധാരണ എനിക്ക് ഇൻ്റർവ്യൂ പേടിയായിരുന്നു. ഒരു ഇൻ്റർവ്യൂ തന്നെ ഞാൻ പാസ്സായത് ഒരുപാട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ്. ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ തിരി കത്തിച്ചു വയ്ക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടുകയൊക്കെ ചെയ്തിട്ടാണ് ഒരുപാട് മാതാവിനെ കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ സാധിച്ചത്. പിന്നെ 2ാമത്തെ ഇൻ്റർവ്യൂ പിന്നെയും വന്ന് ഞാൻ പിന്നെയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ആ ഇൻ്റർവ്യൂ പാസ്സായി കിട്ടി. അങ്ങനെയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എൻ്റെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ടാക്കി. അപ്പോൾ വിസയ്ക്ക് വെച്ചതിന് ശേഷം പിന്നെയും എനിക്ക് അയർലൻഡിന് ഇമെയിൽ വന്നു, ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ട്, ആ ഇൻ്റർവ്യൂവിൽ പാസ്സായാൽ മാത്രമാണ് വിസ പ്രോസസ്സിങ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് റിജക്റ്റ് ആകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം ഓൾറെഡി മെഡിക്കൽ ചെക്കപ്പും എല്ലാ കാര്യങ്ങളും അതിനായി ഒത്തിരി പൈസ ചിലവാക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ പിന്നീട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് ഉടമ്പടി തലം പുരട്ടി പ്രാർത്ഥിച്ചു. എല്ലാം ഒരുപാട് സഹായങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഓരോരുത്തർ ഇങ്ങനെ ഞാൻ വരുന്ന വഴിയൊക്കെ പൊതിച്ചോറ് കൊണ്ടുവരായിരുന്നു. ആ പൊതിച്ചോറൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തിരുന്നു അതിനിടയ്ക്ക്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. എല്ലാം പക്ക രീതിയിൽ നടന്നു. നെക്സ്റ്റ് വീക്ക് തന്നെ എൻ്റെ വിസ പ്രോസസ്സിങ് സക്സസ് ആയി. ഞാൻ അതിനുശേഷം അടുത്ത വീക്ക് തന്നെ ഞാൻ അയർലൻഡിൽ പോവുകയായിരുന്നു. എന്നോട് സഹായം ചോദിക്കുന്ന എല്ലാവർക്കും തന്നെ എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ ഒരുപാട് പൈസ കൊണ്ടായിട്ടാണെങ്കിലും ഫുഡ് കൊണ്ടായിട്ടാണെങ്കിലും ചിലർ എന്നോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെ സുഹൃത്തിന് കുറേ കടങ്ങളുണ്ടായിരുന്നു, അവൾക്ക് അങ്ങനെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചു കൊണ്ടുപോവുകയും വീടുകളിൽ പോയി പത്രം കൊടുക്കുകയും ചെയ്തിരുന്നു. ഞാനിപ്പോൾ പോയിട്ട് 6 മാസമായി. ഇപ്പോൾ ലീവിന് വന്നതാണ്. സാധാരണ അങ്ങനെ പെട്ടെന്ന് ആർക്കും വരാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഓഫർ ലെറ്ററിൽ ഉണ്ടായിരുന്ന സാലറിനേക്കാളും കൂടുതൽ സാലറിയാണ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 118:6 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്,
ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജാനി എറണാകുളം തൻ്റെ ഉപസാക്ഷി നമുക്ക് മുമ്പിൽ പറയുകയായിരുന്നു. 1 ഇയറായിട്ട് ഐലൻഡിൽ പോകാനുള്ള ഒരു ജോലിയാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹമായിട്ട് ലഭിക്കുക. ഉടമ്പടിയോട് ചേർന്നുകൊണ്ടും ഉടമ്പടിയിലെ പ്രകാരമായിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് അൽത്താരക്ക് മുമ്പിൽ ആയിരിക്കുക. ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഒത്തിരിയേറെ ഭയത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടി വസ്തുക്കളാണെങ്കിലും ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം തന്നെയാണ് എല്ലാ ഇൻ്റർവ്യൂവും പാസ്സാകുവാനായിട്ട് സാധിച്ചത്. കാരണം ഈ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിരവധിയായ പ്രോസസ്സിങ് കൂടുതലുണ്ടായിരുന്നു. അത് മറ്റുള്ള ഒരു കോഴ്സിനെ മറ്റുള്ള ഒരു രീതിയെക്കാട്ടിലും കൂടുതലായിട്ടുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നു പോകേണ്ടിയൊക്കെ വന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂ ആണെങ്കിലും രണ്ടാമത്തതും മൂന്നാമത്തതും കടന്നു പോകുമ്പോൾ വളരെയേറെ പേടിയുണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസവും ധൈര്യവും ഇത് പാസ്സാകുവാനും ഐലൻഡിൽ ജോലി ലഭിക്കുകയും ചെയ്തത്. ഈ മകളെ ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും അൾത്താരയിലെ സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.